നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വർഷാവസാനമല്ലേ, എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന്. ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അവസാനം എന്നത് പുതിയൊരു തുടക്കത്തിൻ്റെ മുന്നോടിയാണ് എന്നതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാളെ ഡിസംബർ മാസം 31-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ നാളത്തെ ദിവസം കേവലം ഒരു ദിവസം എന്ന് മാത്രമല്ല, ഒരു ഭാഗ്യോദയ സമയം എന്ന് കൂടി നാളത്തെ ദിവസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞുപോയ സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്നതായ എല്ലാവിധ പ്രയാസങ്ങളും അതിലേക്കൊരു തിരിഞ്ഞുനോട്ടം കൂടിയാണ് നാളത്തെ ദിവസം. സുഖങ്ങളും ദുഃഖങ്ങളും ലാഭങ്ങളും നഷ്ടങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ 25, അതായത് 2025 എന്ന വർഷത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നത്. എന്നാൽ നാളെ ഡിസംബർ മാസം 31 ബുധനാഴ്ച, ബുധൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ബുധഗ്രഹത്തിന്. നമുക്കറിയാം, വളരെയേറെ സൗമ്യതയുള്ള ഒരു ഗ്രഹമാണ് ബുധൻ. ബുദ്ധി, വിദ്യ, വ്യാപാരം തുടങ്ങിയ പല കാര്യങ്ങളുടെ കാരകത്വം വഹിക്കുന്ന ബുധൻ നാളത്തെ ആ ഒരു ദിവസത്തോടുകൂടി 2025 എന്ന വർഷം അവസാനിക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യന്തം ശുഭകരമായ, വളരെയേറെ ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന ഒരു ദിവസത്തെയാണ് പ്രദാനം ചെയ്യാനായി പോകുന്നത്. അപ്പോൾ ധാരാളം സൗഭാഗ്യങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുമെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. കാരണം നാളെ പ്രധാനമായും ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശിയും ഗ്രഹങ്ങളുടെ നിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമായ ഒരു തരംഗമാണ് നാളെ ഭൂമിയിൽ ഉണ്ടാകാനായി പോകുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിലും അതേപോലെ തന്നെ കുടുംബത്തിലെ സ്വസ്ഥതയുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ പല നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന സമയമാണ്. പലരും ഈ ഒരു ദിവസത്തെ അല്പം ഭയത്തോടെയാണ് കാണുന്നത്. എന്തായാലും 2025 അവസാന ദിവസമാണ് എന്നൊരു ഭയം. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മറ്റു പ്രതീക്ഷയുടെ ഒരു തുടക്കമാണ് നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ വന്നു ചേരാൻ പോകുന്നത്. അതായത് വളരെയേറെ സൗഭാഗ്യ സമയം. പക്ഷേ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, നാളത്തെ ഈ ഒരു ദിവസം 2025 മറ്റുള്ള സമയങ്ങളിൽ അനുഭവിച്ചതിലേറെ ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള ഒരു 10 നക്ഷത്രക്കാരുണ്ട്. ആ ഒരു ഭാഗ്യം വന്നു ചേരുന്നത് ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ ആനുകൂല്യം, അല്ലെങ്കിൽ ആ ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹം നിമിത്തമാണ്. അങ്ങനെയുള്ള 10 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം. നാളെ ഡിസംബർ മാസം 31-ാം തീയതി ബുധൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. അതായത് ഗജകേസരി യോഗ ഫലങ്ങൾ തന്നെ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഭാഗ്യം കൂടുതലായി അധികരിച്ച് നാളത്തെ ദിവസം ലഭിക്കുവാൻ യോഗം ലഭിച്ചിട്ടുള്ള ആ 10 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയാണ്. അശ്വതി, ഭരണി, കാർത്തിക മേടൻ രാശിക്കാരായ ഇവർക്ക് നാളെ വളരെയേറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. 2025 അവസാന ദിവസം നിങ്ങൾക്ക് വളരെയേറെ വിശേഷപ്പെട്ട ഭാഗ്യത്തിൻ്റെ തുടക്കമുണ്ടാവുകയാണ്. കുറേ നാളുകളായി മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യം നാളത്തെ ദിവസം നടക്കുവാനുള്ള ഭാഗ്യം, യോഗം കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു സ്ഥലക്കച്ചവടമാകാം, അല്ലെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, അതല്ലെങ്കിൽ ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ക്ഷേത്ര ദർശനം, അല്ലെങ്കിൽ ഒരു യാത്ര, ഇതുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ ലഭിക്കുവാനുള്ള ഭാഗ്യമാകാം. അതായത് ദേശത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് കാലങ്ങളായി ആഗ്രഹം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് നാളത്തെ ഒരു ദിവസം പോകാം എന്നൊരു പ്ലാൻ വരാനും, അല്ലെങ്കിൽ ചില ആളുകൾ നിമിത്തം നിങ്ങൾക്ക് അവിടേക്ക് പോകാനുള്ള ഒരു അനുവാദമോ അല്ലെങ്കിൽ കൂടെ വരുന്നു എന്ന് ചില ആളുകളിൽ നിന്നുള്ള ഒരു ചോദ്യമോ ഒക്കെ വരാൻ ഭാഗ്യം കാണുന്നുണ്ട്. അതിനൊരു തീരുമാനമുണ്ടാകും. യാത്ര മാത്രമല്ല, നാളെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്ന ദിനം കൂടിയാണ്. ധനപരമായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. കൂടാതെ മുതിർന്നവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് നാളത്തെ ദിവസം വളരെയധികം രക്ഷാകവചമായി നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. മുതിർന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൺമറഞ്ഞു പോയ പിതൃക്കളുടെയും ആകും. ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രായത്തിൽ ഏറെ മൂത്ത ആളുകളുടെ അനുഗ്രഹവുമാകും. ഏതായാലും മുതിർന്നവരിൽ നിന്ന് ചില അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാനും ചില സഹായങ്ങളൊക്കെ ലഭിക്കാനും ഒക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ മുതിർന്ന ആളുകൾ, ചിലപ്പോൾ ജ്യേഷ്ഠന്മാരാകാം, ജ്യേഷ്ഠത്തിയാകാം, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഇവരൊക്കെ പിണങ്ങി മാറി ഏതെങ്കിലും കാരണത്താൽ നിൽക്കുകയാണെങ്കിൽ പോലും നാളത്തെ ദിവസം ആ പിണക്കമൊക്കെ മാറി നിങ്ങളിൽ വീണ്ടും സ്നേഹത്തോടു കൂടി വന്നു ചേരാനും ആ സ്നേഹം അനുഭവിക്കുവാനുമുള്ള യോഗവും നിങ്ങൾക്ക് നാളത്തെ ദിവസം മുതൽ വന്നു ചേരുന്നതാണ്. അടുത്ത നക്ഷത്രങ്ങൾ രോഹിണി, മകയിരം നക്ഷത്രങ്ങളാണ്. ഈ 2 നക്ഷത്രക്കാർക്കും
നാളെ നിങ്ങളുടെ മനസ്സ് ഒരു തെളിഞ്ഞ നീരുറവ പോലെ ശാന്തമാകുന്ന ഒരു ദിവസമാണ്. ഒരുപാട് കലക്കവെള്ളം പോലെ മനസ്സ് കലങ്ങിക്കിടന്ന അവസ്ഥ മാറി ഒരു തെളിഞ്ഞ നീരുറവ പോലെ ആകുന്നതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ, കലഹങ്ങൾ അതൊക്കെ മാറി ഒരു തെളിഞ്ഞ സൂര്യപ്രകാശം ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് തട്ടാൻ പോവുകയാണ്. അപ്പോൾ പിണക്കവും ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആ മഞ്ഞുരുകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിനയായി നിന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒരു ദിവസമാണ്. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ ചില ധനമൊക്കെ ഗവൺമെൻറ്റിൽ നിന്നാകാം, അല്ലെങ്കിൽ കടം കൊടുത്ത ധനമാകാം, അല്ലെങ്കിൽ കളഞ്ഞുപോയ മുതലാകാം, ഏതായാലും തിരികെ വന്നു ചേരാൻ അല്ലെങ്കിൽ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത്, അതായത് നിങ്ങളുടെ കർമ്മ മേഖലയിലും വലിയൊരു അംഗീകാരമൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. പൂയം ആയില്യം നക്ഷത്രക്കാർക്കും നാളെ എന്ത് കാര്യം തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാലും അത് വിജയത്തിലെത്താനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അതല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സരസ്വതി കടാക്ഷം, അതായത് ബുധൻ്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടാകുന്ന ദിവസമാണ്. അമ്പലത്തിൽ പോവുക, രാവിലെ തന്നെ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു നെയ്വിളക്ക് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കത്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ശത്രുക്കൾ പോലും മിത്രമായി മാറുന്ന ഒരു അത്ഭുതം നിങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നത് 2025 ഏറ്റവും വലിയൊരു മഹത്വമായി നിങ്ങൾക്ക് കാണാം. കാരണം അത്രത്തോളം നിങ്ങൾ കാത്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ശത്രുത ഇല്ലെങ്കിൽ പോലും ആ വ്യക്തി ഇങ്ങോട്ട് നിങ്ങളോട് പല വിധത്തിൽ ശത്രുത ഭാവേനയാണ് പെരുമാറിക്കൊണ്ടിരുന്നെങ്കിൽ പോലും ആ ശത്രുതയെല്ലാം കളഞ്ഞ് ആ വ്യക്തി നിങ്ങൾക്ക് മിത്രമായി വന്നു ചേരുന്ന അത്ഭുതം നിങ്ങൾക്ക് നാളത്തെ ദിവസം കാണുവാനായി സാധിക്കും. ഉത്രം അത്തം നക്ഷത്രക്കാർക്കും നാളെ രാജയോഗത്തിന് തുല്യമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമൊക്കെ വന്നു ചേരും. ഏറെ നാളുകളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന നിലവിലെ ആരോഗ്യ പ്രശ്നത്തിനൊക്കെ നാളെ ആശ്വാസം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന, അത് പൊതുജനമധ്യത്തിലായാലും ഗൃഹത്തിലായാലും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ വളരെയേറെ ആകാംക്ഷയോടെ കേൾക്കുകയും അതിന് നൽകേണ്ടതായ വില കൽപ്പിക്കുന്ന വളരെയേറെ ശുഭകരമായ ഒരു ദിവസമായിരിക്കും ഡിസംബർ മാസം 31 തീയതിയായ നാളെ ബുധനാഴ്ച. അടുത്തത് തിരുവോണം അവിട്ടം നക്ഷത്രക്കാരാണ്. ശനിയുടെ രാശിയാണെങ്കിലും നാളെ തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. രാവിലെ തന്നെ അടുത്തുള്ള സ്ഥലദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്രതീക്ഷിത ധനലാഭം അല്ലെങ്കിൽ ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദൂരദേശത്ത് നിന്ന് ചില വാർത്തകളൊക്കെ വന്നെത്താനുള്ള യോഗവും കാണുന്നുണ്ട്. കൂടാതെ അവിട്ടം നക്ഷത്രക്കാർക്ക് നാളെ വാഹനം വാങ്ങാനോ സ്വർണം വാങ്ങാനോ ഒക്കെ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം, അല്പം സ്വർണം വാങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനം വാങ്ങാം എന്നത്, അതായത് കയ്യിൽ ധനമില്ലെങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധനം കയ്യിലേക്ക് വരാനും അതുവഴി ഒരു വാഹനം, അല്പം സ്വർണം എന്ന ഒരുപാട് നാളത്തെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 10 നക്ഷത്രക്കാർക്കും നാളെ, അതായത് ഡിസംബർ മാസം 31 ഒരു സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ദിവസമാണ്. അങ്ങനെ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് ഓർത്ത് ആരും അഹങ്കരിക്കുകയൊന്നും ചെയ്യരുത്. എല്ലാ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണ്, അദ്ദേഹത്തിൻ്റെ കനിവ് കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എന്നൊരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടതാണ്. എന്നാൽ ഇതിൽ വരാത്ത നക്ഷത്രക്കാരൊന്നും ഒരു കാര്യത്തെ ഓർത്ത് വിഷമിക്കേണ്ട. വർഷാവസാനമാണ്, എന്തെങ്കിലും ദോഷമുണ്ടാകുമോ അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദോഷവും വരില്ല. അല്പം ശ്രദ്ധയും ജാഗ്രതയൊക്കെ ഈ നക്ഷത്രക്കാർ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇതിൽ പറയാത്ത നക്ഷത്രക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് നാളെ വാഹനം ഓടിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരിൽ ഉൾപ്പെടാത്ത ആളുകൾ അല്പം സൂക്ഷ്മത അത്യാവശ്യമാണ്. ഇനി പണമിടപാടുകളൊക്കെ നടത്തുമ്പോഴും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഇതേ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അയ്യോ എനിക്ക് അല്പം പണം വേണം എന്ന് പറഞ്ഞ് വരുന്നവർക്കും ഇന്ന് ധനം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്തെന്നാൽ അല്പം കബളിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നാളത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും, എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏവർക്കും ചെയ്യാവുന്നതാണ്. ആ ലളിതമായ പരിഹാരം ഇതാണ്. അതായത് നാളെ ഒരു വർഷം അവസാനിക്കുകയാണല്ലോ. അപ്പോൾ നാളെ സന്ധ്യാസമയത്ത് വീടിൻ്റെ ഉമ്മറത്ത് ഒരു 5 തിരിയിട്ടൊരു നിലവിളക്ക് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങൾ കൊളുത്തുക. അതിനു മുൻപിൽ ഇരുന്നു കൊണ്ട് ഒരു 108 ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കേണ്ടതാണ്. ഒരു വർഷത്തെ നമ്മൾ പറഞ്ഞു വിട്ട് മറ്റൊരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ കൂടി പോകുന്നു. അപ്പോൾ ഈ മന്ത്രം 108 ജപിക്കുന്നത് വഴി നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു സുരക്ഷാ വലയം ഭഗവാൻ നിർമ്മിക്കുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുവിധ അല്ലലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കേണ്ടതും നമ്മുടെ ആവശ്യം കൂടിയാണ്.
അപ്പോൾ വരുന്ന ഒരു വർഷം പുതുവർഷം വളരെയേറെ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടി മറ്റൊരു വർഷത്തെ നമ്മൾ യാത്ര അയക്കുക, വളരെ സന്തോഷത്തോടു കൂടി യാത്ര അയക്കുന്ന ആ ഒരു ആചാരം എന്നുകൂടി കരുതി നാളത്തെ ദിവസം നിങ്ങൾ ഈ വിളക്ക് കത്തിച്ച് 108 ഓം നമോ നാരായണായ 108 ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത്. കർമ്മശുദ്ധി വളരെ അത്യാവശ്യമാണ്. ഗ്രഹങ്ങൾ വളരെ അനുകൂലമാകുമ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും ശുദ്ധമായെങ്കിൽ മാത്രമേ ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ നാളെ ഈ ഒരു വർഷത്തെ നമ്മൾ പടിയിറക്കി വിടുകയാണ്. അപ്പോൾ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ കൂടിയാണ് അതോടൊപ്പം തന്നെ പടിയിറങ്ങി പോകേണ്ടത്. ശുദ്ധമായ ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ പുതുവർഷത്തെ വരവേൽക്കാനായിട്ട്. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും സമാധാനവും ഐശ്വര്യവും കളിയാടട്ടെ. എല്ലാവർക്കും നേട്ടവും ഭാഗ്യവും ഉണ്ടാകട്ടെ. അതോടൊപ്പം നിങ്ങളിലേക്ക് ഈ അറിവുകൾ പകർന്നു തരാൻ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം തന്നതിന് ഭഗവാനോട് നന്ദി പറയുന്നു. ഇനിയും തുടർന്നും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടാകണം. ഏവർക്കും ഇനിയും പുതിയ അറിവുകളൊക്കെ പകർന്നു തരാൻ ഭഗവാൻ എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഏവരും ഈ പറഞ്ഞ ഒരു ലളിതമായ കർമ്മമാണ് ഞാൻ പറഞ്ഞത്. നാളത്തെ ദിവസം ഒരു വർഷത്തെ നമ്മൾ ഇത്രയും നാൾ 2025 എന്നൊരു വർഷത്തിലൂടെയാണ് ഒരു തോണിയിലൂടെ നമ്മൾ സഞ്ചരിച്ചതുപോലെ 2025 വർഷത്തെയാണ് നമ്മളെപ്പോഴും കൊണ്ടു നടന്നത് കൂടെ ഈ ഒരു സമയങ്ങൾ, ഈ ഒരു വർഷക്കാലം. അപ്പോൾ ആ വർഷത്തെ സന്തോഷത്തോടു കൂടി നമ്മൾ തിരിച്ചയക്കുകയാണ്. എന്തെന്നാൽ നമ്മൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും, ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അതുമാത്രമല്ല സന്തോഷവും 2025 എന്ന വർഷത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് കരുതി നമുക്ക് 2025 ഒരു വെറുപ്പും ഇല്ലല്ലോ. അപ്പോൾ 2025 അവസാനിക്കുമ്പോൾ സന്തോഷമായ ആ വർഷത്തെ നമ്മൾ യാത്ര അയക്കുകയും പുതിയ ഒരു വർഷത്തെ വരവേൽക്കുകയും ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് വീടിൻ്റെ ഉമ്മറത്ത് ഒരു നിലവിളക്കിൽ 5 തിരിയിട്ട് കത്തിച്ച് അതിൻ്റെ അടുത്തിരുന്ന് ഓം നമോ നാരായണായ 108 ജപിക്കുക. ഒരു കവചം തീർക്കുകയാണ്. ഒരു പുതുവർഷം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ എത്ര പേരുണ്ടോ, 5 പേരാകും 10 പേരായി, എത്ര പേരുണ്ടോ ആ വീടും നിങ്ങളുടെ ആ ഒരു പറമ്പും നിങ്ങളുടെ ഗൃഹവും നിങ്ങളുടെ ചുറ്റുപാടിനെ നിങ്ങൾ സേഫാക്കി വെക്കുക. നമ്മൾ പറയാറില്ലേ, നമ്മൾ ചില ഇൻഷുറൻസ് എടുക്കുന്നത് എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു രക്ഷാ കവചം ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നാളെ ഈ ഒരു കർമ്മം കൂടി നിങ്ങൾ ഏവരും ഗൃഹത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ഐശ്വര്യദായകമായൊരു വർഷമാണ് വരുന്നത്. കെങ്കേമമായ വർഷമാണ് വരാൻ പോകുന്നത്. ഇതുവരെ കണ്ട കളിയൊന്നുമല്ല, കളി മാറാൻ പോകുന്നു എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് 2025 എല്ലാ നക്ഷത്രക്കാർക്കും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വർഷമായിരിക്കും. നിങ്ങൾ കാത്തിരുന്നോളൂ, ഈ വാക്കുകൾ ഫലിക്കും, ഉറപ്പ്.